Good morning. Good morning, ma'am. Morning. PDF കാണാമോ? കഴിച്ചു. ആദ്യത്തെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോ? ആരുമില്ലല്ലോ ക്ലാസ്സിൽ. 9 പേരായിട്ടുള്ളൂ. 8 പേരായിട്ടുള്ളൂ. 8 അല്ല 7 പേര്. പേജ് നമ്പർ 40 കേട്ടോ. നിങ്ങൾക്ക് നെറ്റും ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? PDF എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ? ചിലപ്പോ നെറ്റ് പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. Okay, good morning to all. Yes. Yes, chapter 6, an overview of the health and hospital administration. എന്താണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്? നമ്മള് ഓവർവ്യൂ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്?
അതായത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള അവലോകനമാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഓവർവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ പഠിച്ച് നിങ്ങൾ പല ചാപ്റ്റേഴ്സിനും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന്റെയൊക്കെ ഒരു റിവ്യൂ പോലെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ അതൊരു അനലൈസേഷൻ ആണ് ഇതിൽ നടക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അവലോകനങ്ങളാണ്, അല്ലെങ്കിൽ ഓവർവ്യൂസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത്. കുറച്ച് റഫാണ്, എന്നിട്ട് പോലും അത്യാവശ്യം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാലോ. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? അതിന്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, 3 പേരിൽ അറിയുന്നുണ്ട്. എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ തന്നെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ആ 3 പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, ടിക്ക് ചെയ്യാം. ഇത് ആരോഗ്യ ഭരണം, ആരോഗ്യ പരിപാലനം, പിന്നെന്താണ് ആരോഗ്യ പരിപാലന മാനേജ്മെന്റ്, അല്ലെങ്കിൽ അതിനെ നമ്മള് അതായത് എന്താണിത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് is the field that is related to leadership, management and administration of public health system or health care systems, hospital and hospital networks in the all primary, secondary and tertiary sector. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നോർമലി കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? എന്താണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് നമുക്ക് നോർമലി എങ്ങനെ മനസ്സിലാക്കാം? എന്താണ് അറിയാൻ പറ്റുന്നത്? എന്തായിരിക്കും നോർമലി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അവിടെ നോക്കണ്ട, കോമൺ ആയിട്ട് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ആരോഗ്യ ഭരണം എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ മേഖലയിലെ അല്ലെ, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഡർഷിപ്പ്, നേതൃത്വം, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൾറെഡി പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിനെ മൊത്തത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് ഹോസ്പിറ്റൽ മേഖല, അതായത് ഹോസ്പിറ്റൽ ആ ഒരു ശൃംഖല എടുക്കുകയാണെങ്കിൽ പ്രൈമറി സെക്ടർ ആണെങ്കിലും സെക്കൻഡറി സെക്ടറിലാണെങ്കിലും ഈ 3 മേഖലയിലുള്ള എല്ലാത്തരം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ആ ഒരു ഭരണ നിയന്ത്രണമാണ്, അല്ലെങ്കിൽ ഭരണമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി? അതായത് ഹെൽത്ത് കെയർ മാനേജ് ചെയ്യണം അല്ലെ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ എല്ലാത്തരം സംവിധാനങ്ങളുടെ ഒരു ഭരണ പ്രക്രിയയാണ് എന്ത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്. അപ്പോ നോക്കാം, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ആരെയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും അല്ലെ. ആരോഗ്യ സംരക്ഷണ സംവിധാന ഭരണ നേതാക്കളാണ് എന്ത് ഈ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അവർ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ ചെയ്യുന്നത് കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, control and coordinate medical and health service for organizations and business. ഒരു പ്രധാന ഡ്യൂട്ടി എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസിന്റെ? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? ഫോർമുലേറ്റ് ചെയ്യുക അല്ലെ. എന്ത് ഫോർമുലേറ്റ് ചെയ്യുക? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ സർവീസസിൽ നടക്കുന്ന എല്ലാത്തരം സംവിധാനങ്ങളുടെയും ഫോർമുലേഷനും നിയന്ത്രണവും അല്ലെങ്കിൽ ഇതിന്റെ കോർഡിനേഷൻസും ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കേട്ടോ. ഹെൽത്ത് കെയർ സർവീസിലെ എല്ലാത്തരം ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, അതിനെ ഏകോപിപ്പിക്കുന്നു അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, control and coordinate medical and health service for organization and business.
ഓക്കെ, ക്ലെയിം ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എല്ലാത്തരം നേതൃത്വങ്ങളും അതിനെ കൃത്യമായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് അതിനെ മാനേജ് ചെയ്യുകയും പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഓവറോൾ ആ ഒരു ഹോസ്പിറ്റൽ ശൃംഖല, അതായത് 3 സെക്ടേഴ്സ് ഉണ്ടല്ലോ നമുക്ക്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. ഈ 3 മേഖലയിൽ വരുന്ന എല്ലാത്തരം ഹെൽത്ത് സർവീസസിന്റെയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് നമ്മൾ എന്തില് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ആദ്യത്തെ പാരാഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ്. ഓക്കെ, യെസ്. ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അത് അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത് ആരാണ്? ആ വ്യക്തികളെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസിന്റെ എല്ലാത്തരം പോളിസീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഓക്കെ, യെസ്. As a healthcare administrator, it manages the benefits of employees as well as create a connection between benefits and physicians. These requirements need a broad background in business skills and specialized knowledge of the healthcare field. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻസും അല്ലെങ്കിൽ എംപ്ലോയീസും തമ്മിലുള്ള ഒരു നല്ലൊരു കണക്ഷൻ കൊണ്ടുവരാനാണ് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന ഫിസിഷ്യൻസും മറ്റ് എംപ്ലോയീസിന്റെ ഒക്കെ ബെനിഫിറ്റ്സിനും കൂടി അദ്ദേഹം എന്താണ് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേഷൻസിന് അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തപ്പെടുന്നത്. ഓക്കെ, എംപ്ലോയീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സുകളെയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താ ഫിസിഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ, ഡോക്ടേഴ്സ്. അപ്പൊ അവരുടെ തമ്മിലുള്ള എല്ലാത്തരം നല്ലൊരു കണക്ഷൻസ്, അവർ തമ്മിലുള്ള ആ ഒരു നല്ലൊരു കണക്ഷൻസും നിലനിർത്തുന്നതും ആരാണ്? അത് മാനേജ് ചെയ്യുന്നതും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി these requirements need a broad background in business skills and specialized knowledge of their healthcare field. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്യാവശ്യം ബിസിനസ് മേഖല, പ്രത്യേകിച്ച് ഹെൽത്ത് സർവീസ് മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ്, അതായത് അവിടുത്തെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡുമായി എല്ലാത്തരം അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ എല്ലാത്തരം എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം ആര്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അറിയാത്തൊരു വ്യക്തിക്കും അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനാൽ തന്നെ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡിലെ ഒരു ബിസിനസ് നോളജ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് നോളജ് ആർക്കുണ്ടായിരിക്കണം? ആർക്കാണ് ഉണ്ടാവേണ്ടത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊന്നും അറിയാത്ത ഒരാളെ വെച്ച് നമുക്കിത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനാൽ തന്നെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള വ്യക്തി തന്നെ ആയിരിക്കണം. എന്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് എന്തായിരിക്കണം? ഹെൽത്ത് കെയർ ഫീൽഡിൽ അല്ലെ, ഹെൽത്ത് കെയർ ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ആ പാരഗ്രാഫ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കാമോ?
ഓക്കെ, മനസ്സിലായോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ്, അല്ലെങ്കിൽ അതിന്റെ അതായത് എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ, എന്താണ് അതിന്റെ സ്കോപ്പ്, എന്താണ് അതിന്റെ ഒരു ഭാഗമാണ്, സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആൾസോ ഓഫൻ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ പല പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്തിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ പേരുകളും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റണം, കാരണം അത് തന്നെയാണ് ഒരു മീനിങ് തന്നെയാണ് എല്ലാ വാക്കുകളിലും ഉൾപ്പെടുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്താ പറയാറുണ്ട്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഇതിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നോക്കാം. Includes making both the daily and long-term decisions that indicate the healthcare system business strategies. Health administration is the practice which manages, leads, oversees, administers the operations and dynamics, complex healthcare entities, and including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. Okay. അപ്പോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഇതിൽ ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എല്ലാത്തരം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരം ബിസിനസ് തന്ത്രങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ തരത്തിലുള്ള എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് നല്ല തന്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ഒരു പുതിയ പോളിസി കൊണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പോളിസി നമ്മൾ നല്ല രീതിയിൽ ഒരു പോളിസി നമ്മൾ തയ്യാറാക്കിയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പൊ പേഷ്യൻസിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ഒരു പോളിസി ഹോസ്പിറ്റലിൽ തന്നെ തയ്യാറാക്കി എന്ന് വിചാരിക്കും. ഓക്കെ, യെസ്. അതിങ്ങനെ വെറുതെ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ? എങ്ങനെ നടപ്പിലാക്കണം, അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതിനൊരു മാറ്റർ ഉണ്ടായിരിക്കും, അതെങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തീർക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രക്ചറോടെ ആയിരിക്കും ഒരു പോളിസി നമ്മൾ തയ്യാറാക്കുന്നത്. ഈ സ്ട്രക്ചർ തയ്യാറാക്കുക എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ആ ഒരു സംരംഭം അല്ലെങ്കിൽ പേഷ്യൻസിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം അത് സക്സസ്ഫുൾ ആയി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോളിസീസിലൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? പലവിധ സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ? ഹോസ്പിറ്റലിനും പേഷ്യൻസിനും ഒരേപോലെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കുമല്ലോ നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ആ ഒരു പോളിസി തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് കൂടി തന്നെയാണ്. ഓക്കെ, അപ്പൊ എവിടെ നടത്തുന്നത് ഒരു ബിസിനസ് ആണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മേഖല തന്നെയാണ് അല്ലെ? അപ്പൊ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്സോട് കൂടി മാത്രം ഡിസിഷൻസോട് കൂടി മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പുറം ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആര്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തലയിൽ വരുന്ന പല സ്ട്രാറ്റജീസ് ആണ് അല്ലെ, അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഉദിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ അല്ലെങ്കിൽ അതിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാനുള്ള രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ പ്രാക്ടീസ് വിച്ച് മാനേജ്. ഇനി ഇവിടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന് പ്രധാനമായിട്ടും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മാനേജേഴ്സ്, ലീഡ്സ്, ഓവർസീ, അഡ്മിനിസ്റ്റർ ദ ഓപ്പറേഷൻ ഓഫ് ഡൈനാമിക്സ്. അതായത് ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും ഓക്കെ, അതായത് എല്ലാത്തരം ഓപ്പറേഷൻസും
മാനേജ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും ഇതെല്ലാം മേൽനോട്ടം സൂപ്പർവിഷൻ നടത്തുന്നത് ആരായിരിക്കും? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എല്ലാത്തരം മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്ന പ്രധാന ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ഓക്കെ. ഇനി മാത്രമല്ല ഹോസ്പിറ്റലിൽ ഉൾപ്പെടുന്ന എല്ലാത്തരം കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോംസ്, ഫാർമസീസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് തുടങ്ങി എല്ലാ മേഖലകളെയും ഓവർസീ ചെയ്യുന്ന അവരെല്ലാം തന്നെ ഓവർസീ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രധാന ചുമതല വഹിക്കുന്ന പ്രധാന വ്യക്തിയാണ് ആര്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ആര്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. അല്ലെ? അതായത് ഹോസ്പിറ്റലിലെ പുറം ഭാഗത്തുള്ള എല്ലാത്തരം അതായത് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ. അതായത് ഫാർമസിക്കാണെങ്കിലും നഴ്സിംഗ് ഹോംസ് ആണെങ്കിലും മറ്റ് എല്ലാത്തരം ഹോസ്പിറ്റലിൽ ഉൾപ്പെടുന്ന എല്ലാ ഫെസിലിറ്റീസിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് എന്ത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ഇനി ഇവിടെ പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് മനസ്സിലാവണമെങ്കിൽ പറയണം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കും? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് എന്തായിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റ് ഡെയിലി പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്, ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ് ആൻഡ് അസിസ്റ്റിംഗ് എവറി പേഷ്യന്റ്. അപ്പൊ ഒരു ആശുപത്രിയിൽ നമ്മുടെ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രധാന ഇമ്പോർട്ടൻസ് അതിന്റെ പ്രാധാന്യത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അല്ലെ? അതേപോലെ തന്നെ പബ്ലിക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ന്യൂ പ്രോഗ്രാംസുകൾ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ പുതിയതായിട്ട് വരുന്ന എല്ലാ എംപ്ലോയീസിനും എന്താണ്? ട്രെയിനിങ്സ് കൊടുക്കുക അല്ലെങ്കിൽ പേഷ്യൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട അവർക്ക് അതായത് ഫ്രഷേഴ്സ് ആയിട്ട് വരുന്ന ന്യൂ എൻട്രൻസ് ആയിട്ട് വരുന്ന എംപ്ലോയീസിന് വേണ്ട എല്ലാത്തരം പരിശീലനങ്ങളും കൂടി അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകളാണ് വഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ടിക്ക് ചെയ്യണേ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാത്തരം ഡെയിലി അതായത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. അതായത് ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അത് ഇദ്ദേഹം അറിയാതെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് വൈസസ് ആണെങ്കിലും എന്താണ്? അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത്. കാരണം ദൈനംദിന ഓപ്പറേഷൻസ് പോലും ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ ന്യൂ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പരിശീലനങ്ങൾ ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അവരെ ഇൻവോൾവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അതിനാൽ തന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് എന്ത്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എന്നൊന്ന് വായിച്ചു നോക്കിയേ. ട്രാൻസ്കോപ്പ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ പറയണേ.
Yes. നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ആ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ റോൾസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ. Hospital administrators are accountable for organizing and supervising the health service and everyday activities of a hospital or healthcare facility. പ്രധാന റോൾ എന്താണ് അവരുടെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആർ അക്കൗണ്ടബിൾ ഫോർ എന്തൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാത്തരം ഹെൽത്ത് സർവീസും അല്ലെങ്കിൽ എവരിഡേ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്ന പ്രധാന ഡ്യൂട്ടിയാണ് ആര്? അതാണ് അവരുടെ പ്രധാന റോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും അതായത് എവരിഡേ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ എന്താണ് ഹെൽത്ത് സർവീസിലെ എവരിഡേ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യുക അതിനെ സൂപ്പർവൈസ് ചെയ്യുക എന്ന റോളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്യുന്നേ. എന്താണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എവരിഡേ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന റോൾസ് വരുന്നത്. മനസ്സിലായോ? Yes. Healthcare administration is the management of all the non-clinical functions included in operating a healthcare facility, from daily operations to staffing to budgeting and finance to long-term strategy planning to make sure the success of the healthcare provider or system. ഇനി ഇദ്ദേഹം മറ്റെന്തെല്ലാം കാര്യങ്ങളിലാണ് റോൾ വഹിക്കുന്നത്? all non-clinical functions. എന്താണ് all non-clinical function എന്ന് പറയുന്നത്? ക്ലിനിക്കൽ ഫങ്ഷൻസ് അല്ല, ഇവിടെ എന്താണ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? നോൺ ക്ലിനിക്കൽ എന്ന് പറയുമ്പോ വായിച്ചു നോക്കിയേ, അടുത്ത സെന്റൻസ് വായിച്ചു നോക്കിയേ. നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, from daily operations, staffing, budgeting, finance and strategic planning. Okay, അതായത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാന റോൾസുകൾ. അതായത് എന്താണ്? ഒന്ന് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ എല്ലാ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്നു, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എല്ലാത്തരം ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ഫ്രം ഡെയിലി ഓപ്പറേഷൻസ്. ഡെയിലി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാഫിങ് അല്ലെങ്കിൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബഡ്ജറ്റിംഗ്, ഫിനാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇതെല്ലാം തന്നെ അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ സിസ്റ്റത്തിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫങ്ഷൻസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അതായത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാത്തരം ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ ബഡ്ജറ്റിംഗ്, ഫിനാൻസ് പരമായിട്ടുള്ള എല്ലാത്തരം മേഖലകളും സൂപ്പർവൈസ് ചെയ്യുന്നു. ലോങ് ടേം ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്സുകൾ എന്തിനു വേണ്ടിയിട്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡർ സിസ്റ്റം സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന റോൾസും കൈകാര്യം ചെയ്യുന്ന ആരാണ്? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന റോൾസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? എന്താണ് അദ്ദേഹത്തിന് നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്? ഓപ്പറേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡെയിലി ഓപ്പറേഷൻസ്, സ്റ്റാഫിംഗ് മുതൽ സ്ട്രാറ്റജിക് പ്ലാനിങ് വരെ അല്ലെ. യെസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമാണ് അദ്ദേഹം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന റോൾസുകൾ എന്ന് പറയുന്നത്. അത്ര മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇത് വായിച്ചു നോക്കിയേ. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാരാഗ്രാഫ് ഫുൾ വായിച്ചു കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് റോള് നോക്കി.
നേച്ചർ ആൻഡ് സ്കോപ്പ് നോക്കി അതിന്റെ മീനിങ് പഠിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇതിലിങ്ങനെ പരാവാരം പോലെ ഇങ്ങനെ വലിച്ചു പോലെ എഴുതി വെച്ചേക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടില്ലേ. മാത്രം ഇച്ചിരി ബോറാണ് ഈ ഒരു ചാപ്റ്റർ. ഇനി അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾ കുറെ ബോറടിക്കും. തുടക്കം തന്നെ ബോറടി തുടങ്ങിയില്ലേ ചാപ്റ്റർ? ഇല്ലേ? നല്ല കുട്ടികളാണ്. കേൾക്കുന്നില്ല ടീച്ചർ പറയുന്നേ? യെസ്, ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കുന്നത്, ഇപ്പൊ നമ്മൾ റോള് പഠിച്ചു. ഇനി നോക്കുന്നത് വാട്ട് ഈസ് എ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. ആരാണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ എന്താണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഓക്കെ, നോക്കാം. Healthcare administrators work behind the curtain to make extensive decisions for the healthcare facility or institution. They directly handle policy and budgets to generate better patient experience and insurance the safety of guests and staff. Okay, ആരാണ് ഒരു healthcare administrator എന്ന് പറയുന്നത്? Work behind the curtain to make extensive decisions. The healthcare facility or institution, ഒരു healthcare facility അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെയുള്ള ഒരു റോളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു വർക്കാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് വെച്ചാൽ തിരശീലയ്ക്ക് പിന്നിൽ. അതായത് ഹോസ്പിറ്റലിന് ഇദ്ദേഹത്തിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല അല്ലെ, പക്ഷെ ഹോസ്പിറ്റലിന്റെ ഓൾ ഇൻ ഓൾ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു തിരശീലയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ കർട്ടന് വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും എല്ലാ തീരുമാനങ്ങളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന പ്രധാന വ്യക്തിയാണ് ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അദ്ദേഹം നമ്മള് ബിഹൈൻഡ് ദ കർട്ടൻ അല്ലെങ്കിൽ തിരശീലയ്ക്ക് ഹോസ്പിറ്റലിലെ പിന്നിലുള്ള പ്രവർത്തനം ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹം അല്ലെ. ഒരിക്കലും ബാക്ക് ഓഫീസ് എന്ന പ്രവർത്തനമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഏറ്റവും ക്യാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, they directly handle policy and budgets to generate better patient experience and ensure the safety of guests and staff. ഇനി അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് പേഷ്യൻസിനെയാണോ? പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, മികച്ച രോഗി പരിചരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് പുറം ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ പോളിസീസും ബഡ്ജറ്റ്സും അല്ലെങ്കിൽ എല്ലാ വരുന്ന ഗസ്റ്റിനെയും അല്ലെങ്കിൽ ഗസ്റ്റ് ഉദ്ദേശിക്കുന്ന ഒരു പേഷ്യൻസ് തന്നെയാണ് കേട്ടോ. ഗസ്റ്റിനെയും സ്റ്റാഫിനെയും ഒക്കെ എന്താണ് അവർക്ക് വേണ്ട എല്ലാത്തരം ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോളിസീസും ഹാൻഡിൽ ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പേഷ്യൻസിനും അതേപോലെ വേണ്ട സ്റ്റാഫുകൾക്കും ഗസ്റ്റുകൾക്കും എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പോളിസീസും പ്രൊസീജിയേഴ്സും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അദ്ദേഹം ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? പോളിസീസ് ആണ് അല്ലെ. നേരിട്ട് പേഷ്യന്റ് ആയിട്ട് ഇടപെടലെല്ലാം നടക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? പോളിസീസും ബഡ്ജറ്റ്സും ആണ് അദ്ദേഹം നേരിട്ട് കൈകാര്യം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിലെ എല്ലാ ഓപ്പറേഷൻസും ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്? വരുന്ന പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും മികച്ച രീതിയിലുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ബാക്കില് ഇത്രത്തോളം എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കുന്നത് കേട്ടോ. Healthcare administrators have knowledge of the regulatory framework in patient care. ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചിട്ട്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് അല്ലെങ്കിൽ ചട്ടക്കൂട്ടുകൾ ഉണ്ട് അല്ലെ. ചട്ടക്കൂട്ടുന്നല്ല നമ്മൾ അതിനെ പറയുന്നത് ഫ്രെയിംവർക്കിന്. അതായത് റൂൾസ് ആൻഡ് പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് അദ്ദേഹത്തിന് എന്ത് നോളജ് ഉണ്ടായിരിക്കണം?
patient care regulatory frameworks അല്ലെങ്കിൽ അതിന്റെ rules and regulations അതിന്റെ policies എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള മതിയായ adequate ആയിട്ടുള്ള knowledge health care administratorsന് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. Okay. Yes. A point to underline ചെയ്യാമോ? Healthcare administrators have so the knowledge of the regulatory framework in patient care. Okay. Then the responsibilities are completely different from the responsibility of a doctor or physician. While physician handle patient directly, healthcare administrators supervise the facility itself and usually have a bachelor's degree of master's degree in healthcare administration. ഇനി ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പലട്ടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അതായത് the responsibility are completely different from the responsibility of a doctor or physician. ഒരു ഡോക്ടറിന്റെയും ഫിസിഷ്യന്റെയും അതേ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ആണോ അഡ്മിനിസ്ട്രേറ്റർ കൈകാര്യം ചെയ്യുന്നത്? ആണോ? ഡിഫറെന്റ് ആയിരിക്കോ? ഒരേപോലെ ആയിരിക്കോ? സെയിം ആയിരിക്കോ? ഡോക്ടർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്? ആണോ? അല്ലേ? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. ആരൊക്കെ തമ്മിൽ? അഡ്മിനിസ്ട്രേറ്ററും ഡോക്ടറും തമ്മിലുള്ള ചെയ്യുന്ന വർക്ക്സുകളിൽ റെസ്പോൺസിബിലിറ്റീസ് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. കാരണം ഫിസിഷ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ആരെയാണ്? ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആരെയാണ്? പേഷ്യൻസിനെ ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? പേഷ്യൻസിനെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഫിസിഷ്യൻസ് ആണ്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാണ്? സൂപ്പർവൈസ് ഫെസിലിറ്റി ഇൻസൈഡ് അവിടെ നടക്കുന്ന ഫെസിലിറ്റി, അതിന്റെ സൗകര്യം, അതിന്റെ ഓപ്പറേഷൻസിനെയാണ് അദ്ദേഹം ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നേരിട്ട് പേഷ്യൻസോടുള്ള ഒരു പ്രവർത്തനങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ എല്ലാത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകളും കൈകാര്യം ചെയ്യുന്ന ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ, ഡോക്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസിന്റെ പ്രോസസ്സിനെ കൈകാര്യം ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ. Then and usually have a bachelor degree or master degree in healthcare administration. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ? ബേസിക് ആയിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററിന് ഓൾറെഡി ഒരു ബാച്ചുലർ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രീസ് ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അല്ലെങ്കിൽ എന്താണ് ഒരു PG ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ അദ്ദേഹത്തിന് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നിർണ്ണയിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ്? ആരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പഠിച്ചത് അല്ലെ? അപ്പൊ ഒന്നുകൂടി നോക്കാം. യെസ്, അതായത് ഹോസ്പിറ്റലിലെ തിരശീലയ്ക്ക് പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല എന്താണ്? പേഷ്യൻസിനും സ്റ്റാഫിനും ഗസ്റ്റസിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പോളിസീസ് ആണ് അദ്ദേഹം ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് കെയറിന്റെ എല്ലാത്തരം റെഗുലേറ്ററി ഫ്രെയിംവർക്സിനെ കുറിച്ചുള്ള നോളജ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മള് ഡോക്ടറെയും ഇദ്ദേഹം ഫിസിഷ്യൻസിനെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത് അല്ലെ? ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നു, പക്ഷെ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് അല്ലെങ്കിൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത്? നിർബന്ധമായൊരു ബാച്ചുലർ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു മാസ്റ്റർ ഡിഗ്രിയും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം ആരെ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കൂ, എന്നിട്ട് അതിന് സംശയം ചോദിക്കും.
Okay. Yes. Clear ആണോ? ആരാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ. എനിക്ക് ഇവിടെ യെസ്. നെക്സ്റ്റ്, how to become a healthcare administrator. How to become a healthcare administrator. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത് എങ്ങനെ? നമുക്കിപ്പോ ഓൾറെഡി അവിടെ ക്വാളിഫിക്കേഷൻ അറിയാം അല്ലെ? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? ഓൾറെഡി ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയും ഉണ്ടായിരിക്കണം അല്ലെ? യെസ്. എങ്ങനെയാണ് നമ്മളൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആവുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. Healthcare administrators frequently interact with the doctors, nurses, surgeons and technicians. Okay. ഇവര് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീക്വന്റ്ലി മീൻസ് പതിവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികളാണ് ആര്? ഡോക്ടർമാര്, നഴ്സ്, സർജൻസ് ആൻഡ് ടെക്നീഷ്യൻസ്. ഇവരായിട്ട് ഡെയിലി ഇദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ദ ഓപ്പറേഷൻ. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ്മാരാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽ മേഖലയിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രധാന വ്യക്തികളായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഇടപെടുന്നതിൽ തന്നെ എന്താണ്? അദ്ദേഹത്തിന് അതിന്റെ രീതിയിലുള്ള എല്ലാ സ്കില്ലുള്ള വ്യക്തിയായിരിക്കണം അല്ലെ? പ്രത്യേകിച്ച് ഓൾറെഡി ആ ഒരു ഫീൽഡിലുള്ള ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ എന്താണ്? മറ്റെല്ലാത്തരം സ്കിൽസിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. They control the operation of healthcare organization and seldom meet directly with the patients in healthcare facility. Seldom വെച്ചാൽ വല്ലപ്പോഴും എന്നുള്ള, അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഇവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ഓപ്പറേഷൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. വല്ലപ്പോഴും മാത്രമാണ് എന്ത്? പേഷ്യൻസുമായിട്ടുള്ള ഡയറക്ട്ലി കോണ്ടാക്ട്സിൽ വരുന്നത്, എല്ലാ കാലങ്ങളിലും മാത്രം. ഓക്കെ. കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ എല്ലാ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അല്ലെ? ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസിൽ അദ്ദേഹം അതായത് സെൽഡം എന്ന് പറയുന്നത് എന്താണ്? അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം അത് ചെയ്യുന്നുള്ളൂ. ഓക്കെ. പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്സ് വരുന്നുള്ളൂ. ചില സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമേ പേഷ്യൻസിനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടീസ് ടു ഫോം ദ പോളിസി ദാറ്റ് റൺ ദ ഫെസിലിറ്റി ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പോളിസീസുകൾ ഫോം ചെയ്യാം അല്ലെ? അതായത് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം, അതായത് പേഷ്യൻസിന് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന തരത്തിലുള്ള പോളിസികൾ തയ്യാറാക്കുക അല്ലെ? അതായത് എങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാ പോളിസീസും ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. Then healthcare administration carries are necessary to successful and efficient healthcare facilities.
എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ administration careers are necessary to successful and efficient healthcare facility. അതായത് വിജയകരമായിട്ടും അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് കൊടുക്കണമെങ്കിൽ, സക്സസ്ഫുൾ ആക്കണമെങ്കിൽ എന്ത് വേണം? സക്സസ്ഫുൾ ആകാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള വ്യക്തികളായിരിക്കണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അതായത് ഒരു നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാത്തരം ആവശ്യങ്ങളും എഫക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അത് കൈകാര്യം ചെയ്യണമെങ്കിലുള്ള അത്ര സക്സസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം ആരായിട്ട് വരേണ്ടത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിവിടെ നോക്കുന്ന എന്താണ്? എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയി തീരുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പ്രധാനമായിട്ട് ഒന്നുകൂടി പറയാം, ഡോക്ടേഴ്സും നഴ്സുമായില്ല ടെക്നിക്കൽ ടീമുമായിട്ട് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആവാൻ പറ്റണം അല്ലെ, വ്യക്തി ആയിരിക്കണം. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എല്ലാ ഓപ്പറേഷൻസുകൾ കൈകാര്യം ചെയ്ത് പേഷ്യൻസിനോട് ഡയറക്റ്റ് ആയിട്ട് ചില അപൂർവ സാഹചര്യങ്ങളിൽ മാത്രം അദ്ദേഹത്തിന് കോണ്ടാക്ട് വരുന്നുള്ളൂ. ഇനി പ്രധാന ഡ്യൂട്ടി എന്താണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് രൂപീകരിക്കുക. ആ പോളിസീസിലൂടെ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല വിജയകരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം കൈകാര്യം ചെയ്യണമെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് വിജയകരമായിട്ടും കാര്യക്ഷമമായിട്ടും ആരോഗ്യ സംവിധാനങ്ങളെ നല്ല രീതിയിൽ റൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി, ആ ഭാഗം മാത്രം, ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കൂ. ഓക്കെ, മനസ്സിലായോ വളരെ? നമുക്കിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ബിസിനസ് ആയിട്ട് നടക്കുന്ന ഹോസ്പിറ്റൽസ് തന്നെയാണ് അല്ലെ. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ എത്രയും ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പൊ ഈ ഒരു മേഖല എന്ന് പറയുന്നത് തഴച്ചു വളരാന്നൊക്കെ പറയില്ല നമ്മൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനാൽ തന്നെ ഏറ്റവും എന്താ പറയാ ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കും. അതായത് നോക്കാം, all to the continuous need for healthcare facilities from hospital to nursing home, healthcare administration is an important firm for job those who are interested in improving healthcare policy. അതായത് നമുക്ക് ഏറ്റവും ഉറച്ച ഒരു ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവുക എന്ന് പറയുന്നത് അതായത് ഇപ്പോ ഈ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതലും നമുക്ക് എവിടെ നോക്കിയാലും പല പല ഹോസ്പിറ്റൽസ് കാണാം അല്ലെ. അപ്പൊ ഏറ്റവും നമുക്ക് കുറച്ചും കൂടി അഷുറൻസ് നൽകുന്ന ഒരു ജോലി കൂടിയാണ് എന്താ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ പോളിസിയിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും എന്താണ് ഇതേപോലുള്ള ഫെസിലിറ്റി കെയറിൽ ജോലി ചെയ്യാനായിട്ട്, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏത് വ്യക്തിക്കും എന്താണ് പ്രത്യേകിച്ച് ഒരു മാസ്റ്റർ ഡിഗ്രി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഏത് വ്യക്തിക്കും എന്താണ് ഈ ഒരു മേഖല ഈ ഹെൽത്ത് കെയർ പോളിസി ഈ ഒരു മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് എന്ത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വാളിഫൈഡ് ആയിട്ട് ഏത് വ്യക്തിക്കും എന്താണ് ഈ ഒരു ഫീൽഡ് മികച്ച രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
അതായത് ആരോഗ്യനില മെച്ചപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പോളിസിയിലല്ലേ അത് മെച്ചപ്പെടുത്താൻ. അതായത് നമുക്ക് ഇത് ഇപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ PG ഉണ്ടെങ്കിൽ പോലും വെറുതെ PG പഠിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയറി പഠിക്കുന്ന പോലെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ സ്കില്ലുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കും. അതായത് പഠിച്ച തിയറിയുടെ കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പോളിസി രൂപീകരിക്കുകയാണെങ്കിൽ ആ പോളിസിയുടെ എല്ലാ സ്ട്രക്ചേഴ്സും വളരെ സക്സസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇതിന് തയ്യാറാക്കാൻ പറ്റുന്നത്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് ഏത് വ്യക്തിയാണെങ്കിൽ പോലും എന്താണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതായത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുതിയ പോളിസീസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയാസും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റീസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കണം ഈ ഒരു ഫീൽഡിൽ വരേണ്ടത്. ഓക്കെ യെസ്. അപ്പൊ ഇങ്ങനെ ആ ഒരു രീതിയിൽ ക്വാളിഫിക്കേഷൻസും ഐഡിയാസും ഉള്ളവർക്ക് ഈ ഒരു ഫീൽഡ് എപ്പോഴും ബെറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെ ചിന്തിക്കാനും ഹോസ്പിറ്റലിലെ കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ഫീൽഡ് ഹെൽപ്ഫുൾ ആവുള്ളൂ കേട്ടോ. ഒരിക്കലും ഇത്തരം ഭാഗങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു നോളജ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തല്ലേ. അപ്പൊ അറിയാത്ത ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, നമുക്ക് എപ്പോഴും ഫെയിൽഡ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതിനാൽ തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താഗതി മൂലം ഹെൽത്ത് കെയർ മേഖലത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും ഇത് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്. Then healthcare administration may include the oversight and management of ഈ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓവർസൈറ്റ് ചെയ്തിരിക്കുന്ന മാനേജ്മെന്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ഇതിൽ വരുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കാം. an entire health system. എന്താണ് an entire health system എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ മാത്രം പ്രവർത്തനമാണോ അദ്ദേഹം ചെയ്യുന്നത്? ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമാണോ ചെയ്യുന്നത്? ആണോ? ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ മുഴുവൻ കാര്യങ്ങളാണ് കൈകാര്യം എൻറ്റയർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണോ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം മാത്രമാണോ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നതാണോ പിള്ളേരെ? പറയാ അല്ല, അങ്ങോട്ട് പറയാ കേട്ടോ. യെസ്, എന്താണ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം? ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എല്ലാ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. ഓക്കെ, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പിന്നെ എന്താ അതിൽ വരുന്നതാണ് സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസിന്റെ ഓപ്പറേഷൻസ് അദ്ദേഹം കൈകാര്യം, അതായത് ഫിസിഷ്യൻസിന്റെ പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസുമായി ബന്ധപ്പെട്ട് വരുന്ന അതായത് ഓൾ ഇൻ ഓൾ എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, അതായത് ഹോസ്പിറ്റൽ ഫിസിഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്നതും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡിലെ മറ്റ് ഹെൽത്ത് ഏജൻസീസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്പെസിഫിക് ഫെസിലിറ്റീസും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ്. ഇതിന്റെ എല്ലാം തരം മേലിലോട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സുകൾ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കാഷ്വാലിറ്റികളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലെ പ്രവർത്തനങ്ങള്, കാർഡിയാക് കെയർ യൂണിറ്റ്സ്, ഇവിടെയൊക്കെ എല്ലാ തരം അഡ്മിനിസ്ട്രേഷൻസും ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പിന്നെന്താണ് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിലെ, അതായത് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. ഓക്കെ, അതേപോലെ സ്പെസിഫിക് ഏരിയാസ് വരുന്നത് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റീസ്, അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻസ് ആൻഡ് ഫിനാൻസസ്. നിങ്ങളത് മൊത്തത്തിലൊന്ന് നോക്കിയും കുറച്ചായിട്ടേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഡ്യൂട്ടി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ചെയ്യുന്നത് അല്ലെ. അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ കൊടുത്ത പോയിന്റിലുള്ളത്. എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റംസും മുഴുവനായിട്ട് കൈകാര്യം ചെയ്തത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ.
അതിൽ ഉൾപ്പെടുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അതൊന്ന് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഏതൊക്കെ മേഖലകളാണ് അതിൽ സ്പെസിഫിക് ഫെസിലിറ്റീസും സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാണ് അതിന്റെ പേരുകളൊന്ന് നോക്കി വെച്ചത് കേട്ടോ. ഇവിടെ മാറിപ്പോവരുത്. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസും സ്പെസിഫിക് ഏരിയാസും രണ്ടും രണ്ടാണ് കേട്ടോ. ക്ലിനിക്കൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി ഉണ്ടാവും. യെസ്. സ്പെസിഫിക് ഏരിയാസ് ഏതൊക്കെയാണ്? സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻസ് ആൻഡ് ഫിനാൻസസ്. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഓർഡ് 1 ഔട്ട് ചോദിക്കുമ്പോൾ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ കൊടുത്തും ചിലപ്പോൾ ഇതിന് ഏരിയാസിന് ഏതെങ്കിലും കൊടുക്കുക. അപ്പൊ മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കുക. ക്ലിനിക്കൽ ഏരിയാസും സ്പെസിഫിക് ഏരിയാസും മാറിപ്പോകരുത്. കുട്ടികൾക്ക് മാറിപ്പോകരുത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഓക്കെ. യെസ്. അപ്പൊ പറഞ്ഞ ഈ മേഖലകളിലെല്ലാം വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഓവർസീ ചെയ്യാൻ, മേൽനോട്ടം വഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയി മാറാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്ക് വേണ്ടത് എന്താണ്? നോളജ് ആണ് അല്ലെ. ഒരു മാസ്റ്റർ ഡിഗ്രി അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള മറ്റ് സ്കിൽസുകളോ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ പോളിസീസുകൾ നല്ല രീതിയിൽ രൂപീകരിക്കാൻ കഴിയുന്ന കപ്പാസിറ്റീസ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരിക്കണം ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിന്റെ എൻ്റെ സിസ്റ്റംസ് കൈകാര്യം മുഴുവനായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇത്രയും നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. Okay. Yes. Thank you. Have a nice day. ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 2 മിനിറ്റും കൂടി ഉണ്ട്. താങ്ക് യു പറഞ്ഞേ, എന്ത് ചോദിക്കണ്ടേ? ഓക്കെ. Thank you. Have a nice day.